ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ ചിക്കൻ കറി അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ മുളകിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചിക്കന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, പൊരിക്കാൻ വേണ്ടിയിട്ടും കൂടി. അപ്പോൾ ചിക്കൻ പൊരിക്കുകയാണ്. അതേപോലെ കറി അവിടെ റെഡിയായി വരുന്നുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് നോമ്പുണ്ട്. അധികം വീഡിയോ പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നെയ്ഫ് അവിടെ കിടക്കുന്നുണ്ട്. നെയ്ന് ഉറങ്ങിപ്പോയിട്ടോ. ഒരു 3 മണി വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിന് ശേഷം പിന്നെ അവന് വിശക്കെന്ന് പറഞ്ഞ കുറച്ചേരെ കരിയൊക്കെ ചെയ്തു കേട്ടോ. ആദ്യമായിട്ടാവും നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ അത് 27 നോമ്പ് 27 രാവിലെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് നോമ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നെയ്നും ആദ്യമായിട്ട് പിടിക്കുന്ന നോമ്പാണ്. അങ്ങനെ അവനെ കുറച്ച് നേരം ഫോണൊക്കെ കളിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ ഇവിടെ പപ്പായ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പത്തിരി ഉണ്ടാക്കാനും വിചാരിച്ചു. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞാലും മക്കൾക്ക് നോമ്പൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പത്തിരി ആക്കണം, നെയ്ച്ചോറാക്കിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടുന്ന് ഇങ്ങനെ പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നാസിമോനെ ഇവിടുന്ന് ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. നെയ്ഫ് പിന്നെ നോമ്പ് പിടിക്കുന്നതാണ് ഒരു വിഷയമല്ല. പക്ഷേ നെയ്നുവിൻ്റെ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് ഒരു 3 മണി വരെ ഒന്നും വലിയ തകരാറൊന്നും കണ്ടില്ലൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ കിടക്കിയിരിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അവനങ്ങനെ കഴിഞ്ഞിട്ടോ. ഒരു 3:30 ആയപ്പോൾ അവൻ കരച്ചിലൊടുങ്ങി ചെറുതായിട്ട്. പിന്നെ വലിയ കുറച്ച് സമാധാനിപ്പിച്ച് ഉറങ്ങിക്കോളാം. അവന് കുറച്ച് നേരം ഉറങ്ങി. പായസത്തെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ലൈമും അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡും വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് മോനക്ക് വരാൻ സമയം ഉണ്ടാവലില്ല. നോമ്പറക്കുന്ന സമയത്ത് പീടികയിൽ വന്നതാണ്. അപ്പോൾ അതാക്കുന്ന സമൂസയുണ്ട്, അതേപോലെ ചട്ടിപ്പത്തിരി ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിയും സമൂസയും ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അവരോട് ഓർഡർ ചെയ്താൽ അവർ സമയം അങ്ങോട്ട് എത്തിക്കില്ല. അപ്പോൾ മക്കൾക്കുള്ള നോമ്പുള്ളതിനെ കൊണ്ട് അത് ഓർഡർ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നോമ്പ് വെച്ചിട്ട് എങ്ങനെയുണ്ട് നൈനോ? സൂപ്പറോ? നാളെ നോക്കൂലേ? ചട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 പ്രാവശ്യം നോമ്പിന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതൊക്കെ നെയ്നു നോമ്പ് പിടിച്ചതിനെ കൊണ്ട് ഉപ്പൻ്റെ വക രാവിലെ സർപ്രൈസ് എന്ന് പറഞ്ഞായിട്ട് പേഴ്സും അതേപോലെ ഒരു കണ്ണടയും രണ്ടാക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് പിടിച്ച സ്പെഷ്യലാണെന്നും പറഞ്ഞിട്ട് അതൊക്കെ കണ്ടപ്പോൾ നെയ്നുവിന് നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ അവന് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെയ്ഫിൻ്റെ കണ്ണട നാസിമോൻ്റെ കയ്യിലാണ് ഇട്ടുള്ളത്. നാസി അത് അരമണിക്കൂർ പോയില്ല. അതിൻ്റെ അടുക്കന്നെ നാസി അത് പൊട്ടിച്ച് തവിട് പൊടിയാക്കിട്ടോ. അങ്ങനെ നെയ്ഫ് പറഞ്ഞ് കണ്ണട വേണമെന്നുണ്ടെങ്കിൽ രാത്രി വേറെ കൊണ്ടുപോയി കൊടുക്കാന്നുണ്ട്. അങ്ങനെ നാസി അതിപ്പോൾ അത് വെച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് പൊടിച്ച് തവിടാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.